മീനച്ചൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പൈക ടൗണിന് സമീപത്തായിട്ട് പൈക ടൗണിൽ നിന്ന് 700-800 മീറ്റർ ദൂരം അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഒരു 7 സെന്റ് സ്ഥലത്തിനകത്ത് 1250 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീടിന്റെ ദൃശ്യങ്ങളിലേക്കാണ്. ചോദിക്കുന്ന വില 47 ലക്ഷം രൂപ മാത്രം. അത് നെഗോഷ്യബിൾ ആണ്. നമുക്ക് വീടിന്റെ മൊത്തത്തിലുള്ള ദൃശ്യങ്ങളിലേക്ക് വേഗം വന്നതെല്ലാം നല്ല ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ മേഖലയിൽ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിലാണ് ഈ വീട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുക. നമുക്ക് കൂടുതൽ വിവരങ്ങൾ വീഡിയോയിലൂടെ കാണാം. ഇതാണ് പഞ്ചായത്ത് റോഡ്. പഞ്ചായത്ത് റോഡിൽ നിന്നുമാണ് ഈ വീടിൻ്റെ ഗേറ്റ് ആരംഭിക്കുക. നമ്മൾ വീടിൻ്റെ സൈഡിലേക്കൊന്ന് പോവുകയാണ്. സൈഡിലേക്ക് പോകുമ്പോൾ ഈ സൈഡിൽ നല്ല മുറ്റമുണ്ട്. ഈ സൈഡിൽ അത്യാവശ്യം കൃഷികളൊക്കെ ചെയ്യുവാനും കൃഷികൾ ചെയ്തിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഒരു മുറ്റം സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് 7 സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ 7-ൽ കൂടുതലുണ്ട്. 7 സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞാലും അതിൽ കൂടുതൽ നല്ല ഒരു ലൊക്കേഷനിലാണ്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്ഥലം നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ പ്രോപ്പർട്ടി. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് എലവേഷൻ. നല്ല ഫ്രണ്ട് എലവേഷനും കാര്യങ്ങളെല്ലാം വളരെ ക്യൂട്ടായിട്ട് ടെസ്റ്റർ വർക്ക് പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്ന നല്ലൊരു വീട്. നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. നല്ല ഒരു സിറ്റ് ഔട്ട് കിടന്ന നല്ല വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ടാണ്. ഒരു 3 ചെയർ 4 ചെയറൊക്കെ ഇടാൻ പറ്റുന്ന വലിപ്പമുള്ള നല്ലൊരു സിറ്റ് ഔട്ട്. ആ സിറ്റ് ഔട്ട് കിടന്ന് നമുക്ക് വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തേക്കിൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ജനൽപ്പാളികൾ, അതുപോലെ തന്നെ ഡോറ് ഒക്കെ നമുക്ക് കാണാം. ലാസ്റ്റ് പെയിൻറ്റിങ് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ മുഴുവൻ പണികളും 2 ദിവസത്തിനുള്ളിലാണ് മുഴുവൻ പണികളും തീരുക. മുഴുവൻ പണികളും തീർന്നിട്ടില്ല. ക്ലീൻ ചെയ്ത് പെയിൻറ്റിങ് ലാസ്റ്റ് ഫിനിഷിങ് പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ചെറിയ പണികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ വരാം. കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീടിന് വില സംസാരിക്കാം. കാരണം കൂടുതൽ പണികളൊന്നും ബാക്കിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഡോർ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. നല്ല വലിപ്പമുള്ള ഒരു സ്വീകരണ മുറി നമുക്കിവിടെ കാണാം. TV യൂണിറ്റൊക്കെ നേരെ കയറി വരുമ്പോൾ തന്നെ കാണാവുന്ന രീതിയിലാണ് TV യൂണിറ്റ് കൊടുത്തിരിക്കുക. നല്ല ഇൻറ്റീരിയർ വർക്കുകൾ കൊണ്ടും ജിപ്സം വർക്കുകൾ കൊണ്ടും ലൈറ്റ്, ഫാൻസി ലൈറ്റ് എന്നിവ കൊണ്ടും നമ്മുടെ സ്വീകരണ മുറി വളരെ നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല പ്രൊഫൈൽ ലൈറ്റുകൾ, സ്പോട്ട് ലൈറ്റുകളൊക്കെയാണ് സ്വീകരണ മുറിയിൽ കൊടുത്തിരിക്കുക. വീടിനകത്തേക്ക് കയറി കഴിയുമ്പോൾ തന്നെ നല്ല ഫിനിഷിംഗ് ഉള്ള നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ വീട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുക. ഇവിടെ നിന്ന് നേരെ നമുക്ക് ഡൈനിങ് ഹാളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഡൈനിങ് ഹാളിൻ്റെ ഇരു സൈഡിലുമായിട്ട് 2 ബെഡ്റൂം, ഒരു സൈഡിലും 1 ബെഡ്റൂമും കിച്ചനും മറ്റു സൈഡിലും. അങ്ങനെയാണ് ഡൈനിങ് ഹാള് ഈ വീടിൻ്റെ ഏകദേശം ഒരു രൂപകൽപ്പന. നല്ല ഒരു പ്ലാനോടുകൂടി ഒട്ടും സ്ഥലം വേസ്റ്റ് ആകാത്ത രീതിയിൽ ഏറ്റവും നല്ല ക്യൂട്ടായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ വീട് പണി തീർത്തിരിക്കുന്നത്. നമ്മൾക്ക് ബെഡ്റൂമുകളൊക്കെ കാണാം. ബെഡ്റൂമുകളൊക്കെ ആണെങ്കിലും ഏറ്റവും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതാണ് നമ്മുടെ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്. എല്ലാം നല്ല ടൈല് വർക്കുകൾ, അതുപോലെ തന്നെ നല്ല ഈ ചൂടുവെള്ളത്തിൻ്റെയും സാധാ വെള്ളത്തിൻ്റെയൊക്കെ പൈപ്പ് ലൈന്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഏറ്റവും നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ വീട് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് നേരെ ഇതാണ് ഡൈനിങ് ഹാളിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ. വാഷ് കൗണ്ടർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടു. ഇവിടെയാണ് 2ാമത്തെ ബെഡ്റൂം വന്നിരിക്കുക. 2ാമത്തെ ബെഡ്റൂം അത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുഴുവൻ ക്ലീൻ ചെയ്ത് ഇറങ്ങിയിട്ടില്ല. കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുവാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ വർക്കുകൾ ഒഴിച്ച് ബാക്കി മുഴുവൻ പണികളും കംപ്ലീറ്റായി ചെയ്ത് തീർന്നിരിക്കുന്ന നല്ലൊരു വീടാണ്. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്. എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലുകൾ തന്നെയാണ് ടോയ്ലറ്റുകളിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ടോയ്ലറ്റിൻ്റെ ടൈല് വർക്കുകളൊക്കെ അതിഗംഭീരമായ ടൈല് വർക്കുകളാണ്. ഇനി നമുക്ക് 3ാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് വേഗം കടന്നു ചെല്ലാം. ഇതാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ കാണാം. വാഷ് കൗണ്ടർ എന്നോട് സമീപത്ത് തന്നെയാണ് 3ാമത്തെ ബെഡ്റൂം വന്നിരിക്കുക. ഇവിടെയും കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെയാണ് മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ ടോയ്ലറ്റിലും കിച്ചണിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് കണക്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഏറ്റവും മനോഹരമായ രീതിയിൽ പഞ്ചായത്ത് റോഡ് അരികിൽ തന്നെയാണ് ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത്.
പാലാ പൊൻകുന്നം റോഡിൽ പൈക ടൗണിൽ നിന്നും ഏകദേശം 700-800 മീറ്റർ ദൂരം PWD റോഡ് തന്നെ വന്നു കഴിയുമ്പോൾ അവിടുന്ന് ജസ്റ്റ് ഒരു 100 മീറ്റർ ദൂരം പഞ്ചായത്ത് റോഡ് അരികിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുക. ചോദിക്കുന്ന വില നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു 47 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഇനി നമ്മൾ കിച്ചണിലേക്കാണ് പ്രവേശിക്കുവാനായിട്ടുള്ളത്. മനോഹരമായ കിച്ചന് അതുപോലെ തന്നെ നല്ല കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്ന മനോഹരമായ കിച്ചൺ. അവിടുന്ന് വർക്ക് ഏരിയ വേണമെങ്കിൽ പുറത്തേക്ക് ചെയ്യുവാനായിട്ടുള്ള നല്ല സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നല്ല ഗംഭീരമായ വീട്, ഗംഭീരമായ ബെഡ്റൂമുകൾ, ഗംഭീരമായ കിച്ചൺ, നല്ല കബോർഡ് വർക്കുകൾ. അപ്പോൾ ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ വീഡിയോയോടൊപ്പം തന്നെ ഇതുണ്ട്, 2 പാളിയാണ് ഡോറ് കൊടുത്തിരിക്കുക. ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ നേരിട്ട് വിളിക്കുക. ഞങ്ങൾ ഏത് സമയത്ത് വന്നാലും പ്രോപ്പർട്ടി കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി നേരിട്ട് കണ്ട് ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വില നെഗോഷിയേഷൻ ചെയ്യാവുന്നതാണ്. ലോൺ സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോസുമായി എന്നും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.